മുൾട്ടാണി മിട്ടി ഇരിപ്പുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് ബീ വാക്സ്. തേനീച്ചയുടെ കൂടിൽ നിന്ന് എടുക്കുന്ന മെഴുക് അല്ലേ? മെഴുക്. ഇത് നമ്മൾ ഇട്ടതൊക്കെ പച്ച നിറത്തില് തിരിച്ചു വന്ന ചുവപ്പല്ലേ? ഇതാണ് നമ്മുടെ കഷായം. ഇത് എന്തൊക്കെയാണ് സംഭവം? രാമച്ചം, ഉണക്കമഞ്ഞൾ, ഇരട്ടി മധുരം, കരിഞ്ചീരകം, ദേവദാരം, നാൽപ്പാമരം, ഇനിയും കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മളിപ്പോ എന്ന് പറയുന്നത് തീരെ വെള്ളം തൊടാതെ ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ കഷായത്തിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചോളൂ. കൽക്കമായിട്ട് മാറ്റാം. കൽക്കം ചേർക്കേണ്ട സമയമായി. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ അടിയിൽ ചെന്നിട്ട് അടിയിലത്തെ ഭാഗം കൂടുതൽ ചൂടുണ്ടല്ലോ, അപ്പൊ നമുക്ക് കത്ത് പിടിക്കും. ഈ തൈലം ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. തൈലവും അതുപോലെ തന്നെ നമ്മുടെ ഈ മുൾത്താനി മിട്ടിയും ചേർന്ന് കഴിയുമ്പോൾ ഒരു ആയുർവേദിക് ഒരു എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഈ സോപ്പിനുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. അതെ, ഇത് നമ്മുടെ സോപ്പിന്റെ ഇതിന്റെ ലാസ്റ്റ് പ്രൊസീജിയറാണ്. നമ്മൾ ഇതിന് സോപ്പിന് വേണ്ട കറക്റ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടി പെർഫ്യൂം ആഡ് ചെയ്യുന്നതാണ്. നേരത്തെ നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് മോൾഡിൽ പിടിച്ച ഓരോ മോൾഡായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, 4 ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് പോകും. കട്ടിങ്ങിലേക്ക് കൊണ്ടുപോകും. ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ് ആണല്ലേ? അതെ, ന്യൂമാറ്റിക്കലി വർക്ക് ചെയ്യുന്നത്. ഫുള്ള് നമ്മളിപ്പോ വെച്ചത് ഫുള്ള് കട്ട് ചെയ്ത് ഫുള്ള് സോപ്പായിട്ട് വന്നു. ഇത് ഇനി നേരെ പോകുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു പഞ്ചിങ്ങിലോട്ടാ പോകുന്നത്, സ്റ്റാമ്പിങ്ങിലോട്ടാ പോകുന്നത്. മൃതിക സ്നാനം എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ മഡ് സോപ്പിലേക്ക് എത്തുന്നത്.